വാർത്തകൾ തുടരുന്നു. യുവതിയെ സ്നേഹം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് തൈവളപ്പിൽ 24 വയസ്സുള്ള ബിനു, വാടാനപ്പള്ളി ഫാറൂഖ് നഗർ സ്വദേശി അനുദർശൻ എന്ന അനൂപ് എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയെ സ്നേഹം നടിച്ച് നാട്ടികയിലേക്ക് വിളിച്ചു വരുത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് കേസ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലപ്പാട് CI VG രവീന്ദ്രനാഥ്, വാടാനപ്പള്ളി SI VI സഗീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ പോംബെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ദുരിതമായി മാറിയ മാലിന്യക്കൂമ്പാരം കേരള യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വൃത്തിയാക്കി. സ്കൂളിന് മുന്നിലെ മാലിന്യക്കൂമ്പാരത്തെക്കുറിച്ച് STV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം വിവാദമായതിനെ തുടർന്നാണ് നാട്ടുകാർ ചേർന്ന് സ്കൂളിന് മുന്നിലെ റിങ്ങുകളിലെയും അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത ശേഷം ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി കത്തിച്ചത്. യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകരായ ജൂലിയസ് ആന്റണി, KR സനു, CA വർഗീസ്, ഷാജു ആളൂക്കാരൻ, CK ജെയ്സൺ, MS ബലേഷ്, ബാബു തോംസൺ, KD ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. മതിലകം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ PTA-യുടെയും മാതൃസംഗമത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച നേട്ടം കൈവരിക്കാൻ സഹായിച്ച അധ്യാപകരെയും അനുമോദിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ പ്രശസ്തി വളരെയേറെ ഉയർന്നത് കൊണ്ടാണ്. അതുപോലെ അധ്യാപകന്മാർ വളരെ നല്ല രീതിയിൽ എവിടെയാണോ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് അവിടേക്കാണ് രക്ഷാകർത്താക്കൾ കുട്ടികളെ വിടുന്നത്. അപ്പൊ നമുക്കറിയാം വളരെ നല്ല രീതിയിലാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അധ്യാപകന്മാര് അതോടൊപ്പം തന്നെ ഈ PTA-യുടെ ഭാരവാഹികൾ അവരൊക്കെ നല്ല രീതിയിൽ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ട്. നമുക്കറിയാം വിദ്യാർത്ഥികൾ A+ നേടി, 3 വിദ്യാർത്ഥികൾ 9 A+ നേടി, അങ്ങനെ ഒട്ടേറെ വിദ്യാർത്ഥികൾക്കാണ് ഇന്നിവിടെ അനുമോദനം. അപ്പൊ ഈ കുട്ടികൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്, നമുക്കറിയാം അവർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഉന്നത വിജയം നേടാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അവരെ ഈ വിജയത്തിന് വേണ്ടി അവർക്കത് നേടിക്കൊടുത്ത അവരെ അധ്യാപകന്മാര്, പരിശീലനം കൊടുത്ത അധ്യാപകന്മാരെയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ വീടുകളിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത രക്ഷാകർത്താക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. PTA പ്രസിഡന്റ് OA ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ടോമി ശ്രാമ്പിക്കൽ സമ്മാനദാനം നിർവഹിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ VP വാസുദേവൻ, ഗ്രാസിയ പോൾ, TS ദാസൻ, TS സജീവൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ ട്രീസ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. മാപ്രാണം നന്ദിക്കര റൂട്ടിലെ മാടായിക്കോണം കോന്തിപുലം പാലത്തിനോട് ചേർന്ന റോഡിന്റെ പാർശ്വഭിത്തികൾ ഇടിയുന്നു. ഏതാനും വർഷം മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിനടുത്തുള്ള ഭിത്തിയാണ് അപകടകരമായ വിധം തകർന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ഇരിങ്ങാലക്കുട റോഡിനെ ദേശീയപാത 47മായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് AIYF-ന്റെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ പോരാട്ടത്തിന് തയ്യാറായി. സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ബുദ്ധിയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അത് അവരുടെ ജന്മാവകാശമാണ്. പഠിക്കുക എന്നുള്ളത്, പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ ജന്മാവകാശമാണ് എന്ന് ഉള്ള ഒരു നിയമം തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം, സൗജന്യമായ വിദ്യാഭ്യാസം അത് നിർബന്ധമായും അത് ഭരണഘടന അനുശാസിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ആ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ പണമുള്ളവർക്ക് മാത്രം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ കുട്ടികൾ എത്ര ബുദ്ധിയുള്ളവരായാലും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഈ CBSE-യുടെ സംവിധാനത്തോടു കൂടിയുള്ള ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ, അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ അത് കൂടുപോലെ നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വിപുലമായ രീതിയിൽ അതിന് അംഗീകാരം നൽകിക്കൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി സംജാതമായിരിക്കുകയാണ്. സജീന പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CR മുരളീധരൻ, ഗീതാഗോപി MLA, PR ഷിനോയ്, പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തളിക്കുളം BRC-ക്ക് കീഴിലുള്ള 56 സ്കൂളുകളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പിന് സമാപനമായി.
മാനസിക അസന്തുലിതാവസ്ഥയുള്ള 50ഓളം കുട്ടികൾക്കാണ് വെള്ളിയാഴ്ച ക്യാമ്പ് നടത്തിയത്. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജിസോ ജോസഫ് ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ മോൻ വയറ്റിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഈ മോനെ വയറ്റിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. പ്രസവം എങ്ങനെയായിരുന്നു? സുഖപ്രസവമായിരുന്നാ? ആണല്ലേ. സംസാരം തളിക്കുളം BPO MR സുഭാഷിണി ക്യാമ്പ് അവലോകനം നടത്തി. CP രാജേന്ദ്രകുമാർ, CP മരിയ, R സരിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. റിസർവ് ബാങ്കിന്റെയും പെട്രോളിയം കമ്പനികളുടെയും ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണമെന്ന് BSP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. PA കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. VI ശിവരാമൻ, അമ്പിളി ഉണ്ണികൃഷ്ണൻ, ഗംഗപ്പൻ, റഷീദ് പുതിയകാവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയപാത 17-ൽ കയ്പമംഗലം 12-ൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കൂരിക്കുഴി സ്വദേശി കാവുങ്ങൽ ബിജുവിനാണ് പരിക്കേറ്റത്. ബൈക്കിൽ റോഡ് മുറിച്ചു കടക്കവേ ചന്ദ്രാപിന്നി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിലെ 2011-2012 വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറങ്ങൾ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ പഞ്ചായത്ത് ഓഫീസിൽ വിതരണം ചെയ്യുന്നു. പൂരിപ്പിച്ച അപേക്ഷകൾ ആഗസ്റ്റ് മാസം 10-ാം തീയതി 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ തൊഴിൽരഹിത വേതനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ വിതരണം ചെയ്യുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 11 മണി വരെ ബലിതർപ്പണത്തിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുട്ടിലക്കടവ് നടപ്പാലം നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥി സംഘർഷം, KSU നേതാക്കൾക്ക് പരിക്കേറ്റു. യുവതിയെ സ്നേഹം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ 2 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.